സാർ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ നൽകുകയുള്ളൂ. അതെല്ലാ അമ്മമാർക്കും അറിയാം. അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് കട്ടിയാഹാരത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ ആ കട്ടിയാഹാരത്തിലോട്ട് മാറ്റുന്നതിനെക്കുറിച്ച് അമ്മമാർക്ക് എല്ലാവർക്കും ഭയങ്കര ഒത്തിരി സംശയങ്ങളുണ്ട്. സോ അവരുടെ സംശയങ്ങൾ ഇപ്പോൾ കുറേ അധികം നമുക്ക് കുറച്ചൊന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഒരു കുട്ടിക്ക് കട്ടിയാഹാരം നമ്മൾ കൊടുക്കാമെന്ന് പറയുന്നത് എത്ര നാളെ തൊട്ട് കട്ടിയാഹാരം കൊടുക്കാൻ തുടങ്ങും? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണമെന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം, വേറെ ഒന്നും ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ തന്നെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ്. അപ്പോൾ വേറെ ഫുഡ് ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആ കുട്ടിക്ക് ആ സമയത്ത് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 മാസത്തിൽ തന്നെയാണ് ഈ കുട്ടിക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ റെഡിയാകാന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെ അറിയാൻ പറ്റും? ഒരു അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ കുഞ്ഞ് എൻ്റെ കുട്ടിക്ക് കട്ടിയാഹാരം കൊടുക്കാൻ സമയമായി എന്ന്? നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും സാർ? അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പോൾ 6 മാസമാകുമ്പോൾ അവരെ എങ്ങനെയാണ് കുറച്ചൊക്കെ അവരുടെ തലയൊക്കെ ഒന്ന് ഉറച്ചൊക്കെ വരും, സ്ട്രൈറ്റ് അവർക്ക് തല പിടിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അവരുടെ വായയുടെ മൂവ്മെൻറ്റ്സ്, അതുപോലെ നാക്കിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യത്തെ 6 മാസം എന്ന് വെച്ചാൽ ഇവർ സക്കിങ്ങിലോട്ടാണ് ഇവരുടെ കൂടുതലായിട്ടുള്ള മൂവ്മെൻറ്റ്സ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ നാക്ക് കുറച്ചും കൂടി, നാക്കിൽ നമ്മൾ സ്പൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് പിടിക്കാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റും അവർക്ക് കിട്ടി തുടങ്ങും. അതേപോലെ തന്നെ അവർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ കയ്യിലെടുത്ത് വായലോട്ട് വെക്കുക, ടോയ്സ് വായലോട്ട് വെക്കുക. അപ്പം അതൊക്കെ അവരുടെ ഒരു സയൻസാണ്. അതായത് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത്, അതായത് അവർ ഓരോ സാധനങ്ങൾ വായലോട്ട് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയവും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഈ 6 മാസം ഇപ്പം ആദ്യത്തെ മാസങ്ങളിൽ എങ്ങനെയാണ് കുട്ടികളുടെ വയറ്, അവരുടെ ദഹനം, ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതായത് കട്ടിയാഹാരം ദഹനം കറക്റ്റായിട്ട് പോകാനും അതേപോലെ തന്നെ അത് പ്രോഗ്രസ് ചെയ്ത് വരുന്ന ഒരു സമയമുണ്ട്. അത് ആ 6 മാസം കഴിയുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് മെച്യൂറായി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 6 മാസത്തിന്റെ സമയം തൊട്ട് നമ്മൾ ഈ ഫുഡുകൾ വേറെ ഫുഡുകൾ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ കട്ടിയാഹാരം കൊടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അത് കൊടുത്തു തുടങ്ങുക, ഇത് കൊടുത്തു തുടങ്ങുക. ആക്ച്വലി നമ്മൾ ഏത് ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം കുഞ്ഞിന് ദഹിക്കാനൊക്കെ എളുപ്പത്തിലൊക്കെ വരിക? ഏത് ആഹാരം? അപ്പോൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്ന കോംപ്ലിമെൻ്ററി ഫീഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്ന ഫുഡ്. അതായത് ബ്രസ്റ്റ് മിൽക്ക് മാറ്റിയിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ കൺസെപ്റ്റ്. അതായത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ നമ്മുടെ കോംപ്ലിമെൻ്ററി കുറുക്കുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കുറുക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കുറുക്കുകളുണ്ട്. നമ്മുടെ ഫാമിലിയിൽ ഉപയോഗിക്കുന്ന കുറേ കുറുക്കുകളുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കുറുക്കല്ല സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു കൾച്ചറിനും നമ്മുടെ ഫാമിലിയിലും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൽ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറുക്കുകൾ പല ടൈപ്പിലുള്ള കുറുക്കുകളുണ്ട്. നമ്മൾ ഓരോ കുറുക്ക് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് ന്യൂട്രീഷൻ കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കുറേ ഫുഡ് ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അത് ഏതെങ്കിലും ഒരു കുറുക്ക്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കുറുക്കാണ് റാഗി മാത്രം കൊടുത്ത ആ ഒരു 6 മാസം തൊട്ട് 12 മാസം വരെ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിന് പകരം നമ്മൾ അരിയുടെ ഭക്ഷണങ്ങളും അരിയുടെ സംബന്ധിച്ചുള്ള ഭക്ഷണങ്ങൾ, അതായത് ഗ്രെയിൻസ്, സീരിയൽസ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ വൈറ്റമിൻസും മിനറൽസും അധികമുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ പാൽ പ്രൊഡക്ട്സ്, അത് പിന്നെ എഗ്ഗ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഫുഡ്സാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഇത് ഒരെണ്ണത്തിൽ നിന്ന് മാത്രം നമ്മുടെ കൊച്ചിന് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ എല്ലാം കൂടി വരുമ്പോഴാണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ എല്ലാം കിട്ടാൻ സാധ്യത. അപ്പം അതുകൊണ്ട് ആ ഒരു മിക്സ് ഇപ്പോൾ ഓരോ സമയത്തും ഓരോന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ 6 മാസത്തിൽ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ആദ്യത്തെ ഒരു 6 to 8 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏതെങ്കിലും ഒരു ടൈപ്പ് ഫുഡ് തുടങ്ങാമെന്ന് പറയും. ഇപ്പോൾ റാഗിയാന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി ഏതെങ്കിലും ഒരു നേരമോ 2 നേരമോ തുടങ്ങാം. ഇപ്പം ആദ്യത്തെ ഒരു 6 മന്ത്സോ 7 മന്ത്സിലും അങ്ങനെ 2 നേരം വെച്ച് തുടങ്ങാം. അപ്പോൾ ഒരെണ്ണം വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് അതൊരു 1-2 ആഴ്ച കൊടുത്തു, ബെറ്ററായി, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു ഫുഡ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലോലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളുടെ വയറിനും അത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ നല്ലതാണ്. കുട്ടികൾക്കും നമ്മൾ ആ വെറൈറ്റി പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നല്ലതാണ്. കുറുക്ക് ഉണ്ടാക്കുന്ന കാര്യം സാറ് പറഞ്ഞല്ലോ. സോ അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എങ്ങനെയായിരിക്കും? നമുക്ക് സാധാരണ ചിലപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് കൂടി പോകുമ്പോൾ അത് കുറുക്ക് പോലെ തന്നെയാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാ അമ്മമാരും ചോദിക്കേണ്ടത് എന്ത് കൺസിസ്റ്റൻസിയിൽ ഞങ്ങൾ തയ്യാറാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. സോ അതെങ്ങനെയായിരിക്കും സാറിന് പറയാൻ പറ്റുക? അപ്പോൾ അത് നോക്ക്, നമ്മളിപ്പോൾ കുറുക്ക് നമ്മളിപ്പോൾ ഒപ്പിലൊക്കെ കാണുമ്പോൾ പല അമ്മമാരും പലതും പറയാറുണ്ട്. അതായത് കുറുക്ക് ഭയങ്കര വെള്ളമായിട്ടെടുത്ത് ബോട്ടിലിൽ കൊടുക്കും. അപ്പോൾ അതല്ല, നമ്മൾ കുറുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കുകയാണ്. അത് കഴിക്കാനും അവരുടെ വായയുടെ മൂവ്മെൻറ്റ്സ്, വേറെ ടൈപ്പ് ആ ടെക്സ്ചേഴ്സ്, ടേസ്റ്റ്, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആ ടെക്സ്ചറൊക്കെ മാറണം. അപ്പോൾ പാലിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വെള്ളം പോലത്തെ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ നമ്മൾ സോളിഡ്സിലോട്ട് പോകുമ്പോൾ ആ ടെക്സ്ചർ ഒന്നും കൂടിയും കട്ടിയുള്ളതായി. അപ്പോൾ ആദ്യത്തെ സമയത്ത് ഇപ്പോൾ 6 മാസം തൊട്ട് ഒരു ആദ്യത്തെ 1-2 മാസം നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കുറുക്കായിരിക്കണം. അതായത് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ അത് അത് അരിച്ചതിന് ശേഷം, അതായത് തരികളില്ലാത്ത രീതിയിലുള്ള ടൈപ്പ് കുറുക്ക്. അപ്പം നമ്മളത് സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പൂണിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വീഴുന്ന രീതിയിലുള്ള കട്ടി, അത് വെള്ളം പോലെ ഇങ്ങനെ പോവല്ല, ഫ്ലൂയിഡ് പോലെ നമ്മളിങ്ങനെ ഒഴിച്ചുമുളയ്ക്കും അത് പൂണ പോലെ, അങ്ങനെയല്ല. നമ്മൾ സ്പൂണിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ഒരിത്തിരി ഒന്നിങ്ങനെ വീഴണ പോലത്തെ ആ ഒരു കട്ടിപ്പുണ്ടല്ലോ, പക്ഷേ സ്മൂത്താണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് കുറച്ചും കൂടിയും അതിൽ തരി ലംസ് കുറച്ചുണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതെന്താ ചെയ്യുക, നമ്മളിപ്പോൾ ആദ്യം അരിച്ചിട്ടുള്ള കുറുക്ക് കൊടുത്തു, പിന്നെ അരിക്കാതെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ 1 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും അതിൽ ലംസ് ഉള്ളത്, അതായത് നമ്മളിപ്പോൾ അടിച്ചാലും അതിൽ കുറച്ച്, ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് അടിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇത്തിരി കട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ മാഷ് ചെയ്താലും ആ ഒരു ലംസ് വരും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ്. അതിന് ശേഷമാണ് പിന്നെ ആ ഒരു വയസ്സിനോട് ചേർന്ന് നന്നായിട്ട് കടിക്കാനും ഇതൊക്കെ തുടങ്ങുമ്പോൾ കുറച്ചും കൂടിയും ആ ഒരു നമ്മളിപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈ കൊണ്ട് ഒന്ന് ആക്കിയിട്ട് കൊടുക്കാം. ആദ്യത്തെ നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് അരിച്ചിട്ട് വേണം. അപ്പോൾ അതായത് അതിൽ തരിയും ലംസും ഒന്നും ഇല്ലാതെ കൊടുക്കാനായിട്ട് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ അങ്ങനെ നമ്മൾ പ്രോഗ്രസ് ചെയ്ത് ആ ഒരു ലംപിനെസ് കൂട്ടുകയാണ്, അതായത് ടെക്സ്ചർ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് കഴിക്കാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഒരു സമയത്ത് ഇവരിങ്ങനത്തെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഫുഡ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ ഒരു ചാൻസസും അവർക്കും അതിന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ അവരിപ്പോൾ നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുക, ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കിയിരിക്കുക. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു ആവേശം, ഒരു എനർജി, അവർക്കും ഫുഡ് കഴിക്കാനുള്ള റെഡിനെസ്സാണ് ഇത് കാണിക്കുന്നത്. അപ്പം അതാണ് ഇതിനെ നമ്മൾ ആ ഒരു ടൈപ്പ് അവരുടെ ക്യൂസ് നോക്കിയിട്ട് നമ്മൾ അവരെ ഫീഡിങ് കൊടുക്കുക എന്നുള്ളത്, ആ ഫുഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഇത്. ഇനി നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം. അത് ചിലപ്പം ചിലവരൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന സ്പൂണുകൾ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഭക്ഷണ ശുചിത്വമൊക്കെ എങ്ങനെയായിരിക്കണം സാർ? നമ്മൾ സാധാരണ നോർമലി ഒരാൾക്ക് ഉപയോഗിക്കുന്ന മനുഷ്യർ വീട്ടിലെല്ലാവർക്കും പോലെ വാഷ് ചെയ്താണോ ഉപയോഗിക്കേണ്ടത്? അതെ, എസ്പെഷ്യലി നമ്മൾ ക്ലെൻലിനെസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ബ്രസ്റ്റ് മിൽക്ക് പോലെയല്ല. ബ്രസ്റ്റ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ്, അതിൽ അണുക്കളൊന്നുമില്ല, കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് അസുഖങ്ങളും വരാനും എന്നുള്ള സാധ്യതകളില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകിയിട്ട് വേണം, ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയിട്ടുള്ള വെള്ളമായിരിക്കണം, പാത്രങ്ങൾ ഇതെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഇതിൽ നിന്നുള്ളൊക്കെ അണുക്കൾ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ വയറിന് ദഹനക്കേട് ഉണ്ടാക്കുകയും ഛർദി, വയറ്റിളക്കം ഇങ്ങനത്തെ അസുഖങ്ങളിലോട്ട് പോകാനും സാധ്യതയുണ്ട്.
ഇപ്പം ചെറിയ കുട്ടികൾക്ക് എസ്പെഷ്യലി ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഡീഹൈഡ്രേഷൻ വരാനും പിന്നെ നമ്മൾക്ക് ഈ ഫീഡ് നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് എത്തി ഫീഡിൻ്റെ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ബാക്കിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ക്ലീനായിട്ട് നമ്മുടെ ഹാൻഡ്സും നമ്മളും വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മളും കൈയൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനും. അതേപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്തും നമ്മൾ നല്ല ഹാൻഡ് ഹൈജീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് സോപ്പിട്ട് കഴുകി ക്ലീൻ ഹാൻഡ്സും ക്ലീൻ പാത്രങ്ങളും ഉപയോഗിച്ച് വേണം പ്രിപ്പയർ ചെയ്യാനും അത് കൊടുക്കാനും. ഇനി നമ്മൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തൊക്കെ കുഞ്ഞുങ്ങളെ കാലിൽ കിടത്തിയിട്ട് അമ്മമാർ ഫുഡ് കൊടുക്കുന്നത്. അവരിങ്ങനെ കാലിൽ കിടത്തും എന്നിട്ട് സ്പൂണിൽ കോരി കോരി. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ? ഒരു കുട്ടി 6 മാസം എന്നൊക്കെ ആകുമ്പം കിടത്തി കൊടുക്കേണ്ട? ഇപ്പോൾ ശരിക്കും നമ്മൾ നമ്മൾ ഫുഡ് തുടങ്ങുന്നതിൻ്റെ റീസൺ തന്നെ നമ്മളെങ്ങനെയാണ് ഒരു കുട്ടി ഇരിക്കാൻ റെഡിയാകുമ്പോൾ ഹെഡ് സപ്പോർട്ട് നെക്ക് സപ്പോർട്ടൊക്കെ കറക്റ്റായിട്ട് നെക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു സമയത്ത് ഇരുത്തി കൊടുക്കുക എന്നാണ് പറയുക. നമ്മൾ ഇരുത്തിയിട്ട് വേണം ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കാണാം അങ്ങനെ കിടത്തി കൊടുക്കാനും ഇതൊക്കെ. എപ്പോഴും കിടത്തി കൊടുക്കുന്നത് എപ്പോഴും ഒരു റിസ്ക് ആണ്. ആസ്പിറേറ്റ് ചെയ്യാനും അത് വേറെ വഴിയിലോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സേഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇരുത്തിയിട്ട് കൊടുക്കുക. ആ ഒരു സമയത്താണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 മാസം എന്ന് പറഞ്ഞ കുട്ടി ഇരിക്കാനായിട്ട് റെഡി ആകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊരു റീസണാണ് ആ ഒരു സമയത്ത് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ. അപ്പോൾ എപ്പോഴും സേഫായിട്ട് ചെയ്യുന്നത് ഇരുത്തി നമ്മൾ സ്പൂണിൽ കൊടുക്കുക. അതേപോലെ തന്നെ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തന്നെയും വെള്ളമാണെങ്കിലും കപ്പിൽ കൊടുക്കുക. അതായത് കപ്പിൽ കൊടുത്ത് ശീലിപ്പിക്കുകയാണ്. കപ്പിൽ കൊടുത്ത് നമ്മൾ സോളിഡ്സ് തുടങ്ങുമ്പോൾ കപ്പിൽ കൊടുത്ത് തുടങ്ങുക. അപ്പോൾ അത് കപ്പിൽ നിന്ന് കുടിച്ച് ശീലിക്കാനും. നമുക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റിംഗ് ചെയർ ഒക്കെ വെച്ച് കൊടുത്ത് ഡൈനിങ് ടേബിളിനോട് ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി വളരെ നല്ല ഒരു രീതിയാണ് അത് തുടങ്ങുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ഹൈ ചെയർ കിട്ടിയെന്ന് വെച്ചാൽ ഹൈ ചെയറിൽ ഇരുത്താം, സേഫായിട്ട് ഇരുത്താം. കുട്ടികളെ ബെൽറ്റ് ഇട്ട് ഇരുത്തി കഴിഞ്ഞ് സേഫായിട്ട് ഇരുത്താം. അവർക്ക് തന്നെ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. അതായത് ഫുഡ് അവർക്ക് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെർവ് ചെയ്ത് കൊടുത്താൽ അവർക്കും ഇവരെ കൂടുതൽ കഴിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയും ഇത് തന്നെയാണ്. അതായത് അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുകയാണ് നമ്മൾ. ആ ഫുഡ് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത്. ശരിയാണ്, അവർ കുറേ പുറത്തെടുത്ത് കളയും, അവർ മേത്ത് തേക്കും, മെസ്സിയാണ്. പക്ഷെ അതിലൂടെയാണ് അവർ അത് നല്ലതായിട്ട് പഠിക്കുക. ആ ഇൻഡിപെൻഡൻസ് അവർക്ക് ഓരോന്നെടുത്തപ്പോൾ അവർ വായിൽ വെച്ചു, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഒരു ഫുഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവരത് കൈത്തൊട്ട് അത് വായിൽ. അപ്പോൾ അത് അങ്ങനെയാണ് ഒരു ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയും അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി ഇതാണ്, ഇങ്ങനെ അവർക്കടെ ആ ഒരു ഇൻഡിപെൻഡൻസും അവർക്കടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലോട്ട് അവരെ എൻകറേജ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അതും നല്ലതാണ്. നമ്മൾ ഏതെങ്കിലും ഫുഡുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? അപ്പം നമ്മൾ കഴിക്കുന്ന ചിലപ്പം എൻ്റെ കുട്ടിയൊക്കെ ഒരു ലൈസ് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കും, നമുക്കത് കൊടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്കൊക്കെ? അങ്ങനെയുള്ള ഫുഡുകൾ എന്തെങ്കിലും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ? അപ്പോൾ ഐഡിയലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കൊടുക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിപ്പോൾ ഇപ്പം ഏറ്റവും ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ജ്യൂസസ്, നമ്മൾ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്, ഷുഗറുള്ള ഫ്രൂട്ട് ജ്യൂസസ്, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പാക്കറ്റിൽ വരുന്ന സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ അധികം ഉപയോഗിക്കേണ്ട. പ്രോസസ്ഡ് ഫാറ്റും ഇതൊക്കെ അധികമുള്ള കണ്ടൻറ്റുള്ള സാധനങ്ങൾ, ഇപ്പോൾ ആഡഡ് ആയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ ചില ഫുഡ് നമ്മൾ അഡ്വർടൈസ് ചെയ്ത് വരും. അതായത് ഇങ്ങനെ ഇതിൽ ഭയങ്കര ആഡഡ് ന്യൂട്രിയൻസ് ആണ്, ഭയങ്കര കാര്യമായിട്ടുള്ള ഫുഡുകളാണ്. അങ്ങനത്തെ അഡ്വർടൈസ്ഡ് ആയിട്ടുള്ള ഫുഡുകളിൽ അങ്ങനത്തേലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നോർമലി ഉണ്ടാക്കാവുന്ന ഫുഡിലാണ് കൂടുതൽ നല്ലത്. നമുക്കറിയാം നമ്മൾ എന്താ അതിലിടുന്നതെന്നുള്ളത്, അത് കൊടുക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സാധനങ്ങൾ കൂടുതലായിട്ട്, ഇപ്പോൾ ചിപ്സൊക്കെ കൊടുക്കണം, അത് കൂടുതൽ നല്ലതാണെന്നുള്ള ഒരു വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ ഒരു ഇതാണ്, അതായത് വില കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അതിൽ കൂടുതൽ ന്യൂട്രീഷൻ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ. അപ്പം അത് അങ്ങനെ ഇല്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ തന്നെയാണ് ഏറ്റവും, അത് തന്നെ നമ്മൾ നന്നായിട്ട് വെറൈറ്റിയിൽ ഉപയോഗിച്ചാൽ മതി. പരസ്യങ്ങളുടെ പുറകെ ഒന്നും പോകാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഏതാണോ അത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ.
ഓക്കെ സാർ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ കൽക്കണ്ടം, ചിലപ്പോൾ നട്ട്സ്, ചില അമ്മമാർ കുറച്ച് നെയ്യും കൂടി അങ്ങ് ഇട്ടേക്കിട്ടോ. അപ്പോൾ ഉപ്പ്, പഞ്ചസാര അതൊക്കെ ഈ കുറുക്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നോക്ക്, പഞ്ചസാര, കൽക്കണ്ടം ഇങ്ങനത്തെ സാധനങ്ങൾ, ആഡഡ് ഷുഗർ കുട്ടികൾക്ക് ഒരു 2 വയസ്സ് വരെ വേണ്ട എന്നുള്ളതാണ്. പാടില്ല എന്ന് വെച്ചാൽ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. എന്തിനാണ്? ഇപ്പോൾ ഇതിലൊക്കെ കാലറി കണ്ടന്റ് കൂട്ടാനുള്ള മാർഗ്ഗങ്ങളാണ്. പനം കൽക്കണ്ട ആഡ് ചെയ്യുക, ഇത്തിരി ഷുഗർ ഇടുക. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറി ബൂസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കുക. കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം 2 സ്പൂൺ ഇട്ടു, നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സ്വീറ്റായി, കുട്ടിക്ക് നല്ലതായിരിക്കും. അങ്ങനെയല്ല, കുട്ടികളുടെ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റും വ്യത്യാസമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. കുട്ടികൾക്ക് ആഡഡ് ഷുഗർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സ്വീറ്റ്സ് ആക്ച്വലി ഷുഗറും സ്വീറ്റും 2 വയസ്സ് വരെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് വെപ്പ്. ബട്ട് ഇപ്പം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. കാലറി കണ്ടന്റ് കൂട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം സാർ. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമല്ലോ, കുറുക്ക് കൊടുക്കുമല്ലോ, അതിൻ്റെ സമയപരിധി. ഇപ്പം ബ്രസ്റ്റ് ഫീഡ് അതിൻ്റെ ഒപ്പം നമുക്ക് കൊടുക്കാൻ, കട്ടി ആഹാരം കൊടുക്കുകയും വേണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ക്രമപ്പെടുത്താം, എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഇപ്പോൾ 6 മാസത്തിന് ശേഷം നമ്മൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതായത് കുറുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാധാരണ അമ്മമാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രസ്റ്റ് ഫീഡിങ് കുറച്ചിട്ട് നമ്മൾ അതിന് പകരം സോളിഡ്സ് കൊടുക്കും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീഡ്, ഇപ്പോൾ 9 മണിയുടെ ഫീഡിന് പകരം സോളിഡ്സ് കൊടുത്തു. അപ്പോൾ അങ്ങനെയല്ല നമ്മളുടെ ഈ കോംപ്ലിമെൻ്ററി ഫീഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം പോകുന്ന ഫീഡ്സ് ആണ്. അതായത് നമ്മൾ ആ ഒരു 6 മാസം കഴിഞ്ഞ് കുട്ടികളുടെ കാലറി റിക്വയർമെൻറ്റ് കൂടാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിൽ മാത്രം അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും കുറുക്കുകൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒപ്പം തന്നെ കൂടുതലായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഒരു കാലറി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ, എക്സ്ട്രാ കാലറി മീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുറുക്കുകൾ. അപ്പോൾ എപ്പോഴും കുട്ടിക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും വിശന്നിരിക്കുന്ന സമയത്തല്ല നമ്മൾ പോയി കുറുക്ക് കൊടുക്കുന്നത്. അതായത് അവർ ഏറ്റവും സമാധാനമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം അവർക്ക് കുറുക്ക് കൊടുക്കുക. അതായത് അവർ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് ഉടനെ പോയി കുറുക്ക് കൊടുക്കുക എന്നുള്ളതല്ല, ഫീഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനത്തെ സമയത്ത് കൊടുക്കുമ്പോഴാണ് അവർ കൂടുതലായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു വെറൈറ്റി കൂടുതൽ ടേസ്റ്റ് ചെയ്ത് നോക്കാനും അവർക്ക് ഏറ്റവും നല്ല ഒരു ടൈം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു നേരം വെച്ച് തുടങ്ങുന്നു. ഇപ്പോൾ കാലത്തെ സമയത്ത് കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും കുട്ടികൾ ഇപ്പോൾ വൈകുന്നേരം പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. വൈകുന്നേര സമയം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പം എന്തെങ്കിലും പറ്റിയില്ല, ദഹനക്കേടായി, രാത്രി സമയങ്ങളിൽ ഇങ്ങനത്തെ ഇതിലോട്ട് പോവാതിരിക്കുക. അതിൻ്റെ ഗ്യാസിനെസ് ഉണ്ടാവുകയും അതിന് മീൻസ് അതുകൊണ്ടുള്ള വേദന ഉണ്ടാവുകയും അപ്പം അങ്ങനത്തെ ഇതിലോട്ട് അങ്ങനെയല്ല. ഇപ്പം ഫുഡ് കഴിച്ചതിൻ്റെ ഇപ്പം ദഹനക്കേട് പോലെ വന്നു. ഇപ്പം ഏതെങ്കിലും നമ്മൾ പുതിയ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്കറിയില്ല ഈ ഫുഡ് കൊച്ചിന് പറ്റുമോ ഇല്ലയോ എന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും കാലത്തെ സമയത്തോ ഉച്ചയ്ക്ക് സമയത്തോ അങ്ങനത്തെ സമയത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അവർക്ക് ഇപ്പം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ട്, അപ്പോൾ ആ ഒരു അസ്വസ്ഥത അന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനൊക്കെ ഒരു സമയം. രാത്രി പോയി നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് അസ്വസ്ഥത അത് ആ രാത്രിയിലോട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ നല്ലൊരു സമയത്ത് ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കൊരു അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എങ്ങനെയായിരിക്കും നമ്മളത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് ഫുഡിൻ്റെ അലർജിയാണോ? എന്തൊക്കെയായിരിക്കും കാണാൻ പറ്റുക നമുക്ക് കുഞ്ഞുങ്ങളിൽ? നോക്ക്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നമ്മളിപ്പോൾ ഏർലി സോളിഡ്സ് 6 മാസം തൊട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ പല അമ്മമാരും വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങുമ്പോൾ ഇപ്പോൾ ഫുഡിനോട് അലർജി വരുമെന്ന് നേരത്തെ ഫുഡ് തുടങ്ങണ കാരണം. ആക്ച്വലി ഇപ്പോഴത്തെ കറണ്ട് റിസർച്ചും ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നേരത്തെ തന്നെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുഞ്ഞിന് പിന്നീട് ഫുഡ് കൊണ്ടുള്ള അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കാൻ നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തുടങ്ങണം എന്ന് പറയുന്നത്. അതായത് വെറൈറ്റി സാധനങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിലുള്ള പദാർത്ഥങ്ങൾ നോക്കിയാലും അതെ. അപ്പം നമ്മളുണ്ട് ഇപ്പോൾ സാധാരണ അലർജി ഉണ്ടാക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണ്? എഗ്ഗ്, മുട്ട അതിൻ്റെ സാധനങ്ങൾ, പാലിൻ്റെ ഐറ്റംസ്, പിന്നെ നട്ട്സ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സാധാരണ അലർജി കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ.
ഇതെല്ലാം നമ്മൾ ആ ഒരു നമ്മുടെ വെറൈറ്റി ഫുഡ് വെറൈറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ സോളിഡ്സ് കൊടുക്കുമ്പോൾ ആ ഒരു മിനിമം വെറൈറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വെറൈറ്റി ആയിട്ടുള്ള ഫുഡിൽ ഈ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. അതായത് അതുകൊണ്ട് ഉണ്ടാകുന്ന അലർജി കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അപ്പം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ ഒരു മുട്ട കൊടുക്കുന്ന അവസരത്തിൽ കുട്ടിക്ക് അലർജി പോലെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, അപ്പോൾ അലർജിയുടെ റിയാക്ഷൻസ് എന്താ, നമുക്ക് മുഖത്തിന് ചുറ്റിനും റെഡ്നെസ് ഉണ്ടാവുക, റാഷ് വരാം. വളരെ കൂടുതലായിട്ടുള്ള അലർജി പോലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെല്ലിങ്, ലിപ്സിൻ്റെ സ്വെല്ലിങ്, ടങ്ങിൻ്റെ സ്വെല്ലിങ്, അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ടാവും. പിന്നെ വയറിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഛർദി, വയറ്റിൽ നിന്ന് ലൂസായി പോവുക, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ സിവിയർ ആയിട്ടുള്ള അലർജിക് പ്രശ്നങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവാം. ഇപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവാം, സിവിയർ അലർജിക് റിയാക്ഷൻ. അപ്പം ഇങ്ങനത്തെ അലർജിക് ആയിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം തന്നെ കൊടുക്കാതിരിക്കുക, ഡോക്ടറുടെ അടുത്ത് പോയി സംസാരിച്ച് അഡ്വൈസ് എടുക്കേണ്ടതാണ്. ഇത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണോ, അത് പുറത്തുനിന്ന് നമുക്ക് ഫുഡുകൾ വാങ്ങാൻ കിട്ടുമല്ലോ, ടിൻ ഫുഡുകളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതാണോ നല്ലത്? ഏറ്റവും കൂടുതൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ഏതായിരിക്കാം? ഏറ്റവും നല്ലത് വീട്ടിലുണ്ടാക്കുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഫുഡിൻ്റെ ജെന്യൂനിറ്റി, അതിൻ്റെ ന്യൂട്രീഷൻ, അത് എന്താ നമ്മൾ ഇടുന്ന പ്യൂരിറ്റി, ഇത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞിന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും നല്ലത്. അതിന് കുട്ടികൾക്ക് അത് തന്നെയാണ് വേണ്ടത്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കൊടുത്താണ് ശീലിപ്പിക്കേണ്ടത്. പുറത്തുനിന്ന് ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫുഡ്, ബേബി അല്ലെങ്കിൽ ഒരു ഇൻഫൻറ്റ് ഫുഡ് കൊടുത്തു, അതിൽ കുട്ടിക്ക് ആഡഡ് ആയിട്ടുള്ളൊരു ന്യൂട്രീഷനും കിട്ടാൻ പോകുന്നില്ല. ഈ നമ്മളുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നതിനുപരിയായിട്ട് അതിൽ കൂടുതലായിട്ടൊന്നും കിട്ടാനില്ല. അങ്ങനത്തെ ട്രെൻഡുകൾ അതിപ്പോൾ കുറേ അഡ്വർടൈസിങ് ചെയ്ത് നമ്മളെ എന്താ പറയുക, നമ്മളത് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ന്യൂട്രീഷൻ കിട്ടാണ്ടാവുമോ, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളുടെ ഫുഡുകളിൽ നിന്ന് തന്നെ നമ്മുടെ കുട്ടിക്ക് കിട്ടാവുന്ന എല്ലാ ന്യൂട്രിയൻസും ആ ഫുഡിലൊക്കെ ഉള്ളതാണ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.